ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ്. അതായത് മൈസൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള സോംനാഥ്പൂരിലെ ചിന്നകേശവ ടെമ്പിളിലാണ്. ഈ ക്ഷേത്രം യുനെസ്കോയുടെ തന്നെ ലോക പൈതൃക സൈറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈസൂരിൽ വളരെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. നമ്മൾ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. കൂടുതലും വിദേശികളാണ് കൂടുതലും വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ കയറുന്നതിന് ഇന്ത്യൻസിന് 30 രൂപയും വിദേശികൾക്ക് 200 രൂപയും ആണ് ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത്. ആയിരത്തി 258 ഈ അമ്പലം പണികഴിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ചുവരുകൾ മൊത്തം കൊത്തുപണികളാണ്. ഈ കൊത്തുപണികൾ എന്ന് പറയുന്നത് ഓരോ കഥകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സൈഡിലെ രാമായണം, മറു സൈഡില് ഭാഗവതം, മറു സൈഡില് മഹാഭാരതം എന്നിങ്ങനെയാണ് കൊത്തുപണികളിലൂടെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അന്നത്തെ ആർക്കിടെക്ചറിന്റെ മുഴുവൻ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത്രയും മനോഹരമായിട്ടാണ് ഓരോ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒറ്റക്കൽ തീർത്ത 3 പ്രതിഷ്ഠാ രൂപങ്ങളായിരുന്നു ഇവിടെ. അതായത് വിഷ്ണുവിൻ്റെ 3 ഭാവങ്ങൾ, കേശവ, ജനാർദ്ദന, കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ 3 ഗോപുരം പോലെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നിങ്ങൾ മൈസൂരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബജറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ആർക്കിയോളജിയിലേക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡിനെ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഈ അമ്പലത്തിൽ ആചാരാനുഷ്ഠാനങ്ങളൊന്നുമില്ല. ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ പടയോട്ട സമയത്ത് പുള്ളി മൈസൂരിലെത്തുകയും ക്ഷേത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ വിഗ്രഹങ്ങളെല്ലാം ഇപ്പോഴും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് തിരികെ കൊണ്ടുവരാനായി ഈ അടുത്ത കാലത്തായി സെൻട്രൽ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു. അമ്പലത്തിന്റെ എൻട്രൻസിന്റെ വലതു ഭാഗത്തായിട്ട് ഒരു മ്യൂസിയം പോലെയുണ്ട്. അവിടെ അമ്പലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി അവിടെ കൊടുത്തിട്ടുണ്ട്. Please subscribe. Thank you.